ചട്പടുക്കോ തൈർന ആത്താത. എന്നാൽ ചേട്ടനായ ചട്പടിന് നീന്തൽ അറിയാമായിരുന്നു. ഉസ്നെ ജഡ് അപ്പന ബസ്ത പീഡ് സെ ഉതാർ കർ. അവൻ ഛഡ് പെട്ടെന്ന് തന്നെ അവന്റെ ബാഗ് മുതുകിൽ നിന്നും മുതുകിൽ നിന്നും ഇറക്കി പുൽക്കി മുണ്ടേർ പർരക. ആ പാലത്തിന്റെ കൈവരിയിൽ വെച്ചു. പുൽക്കി മുണ്ടർ കൈവരിയിൽ വെച്ചു. ആർ നദിമേ കൂതുപട. നദിയിലേക്ക് ചാടി. ദോടി ദൂർ തൈർനെ കെ ബാദ്. കുറച്ചു നേരം നീന്തിയതിന് ശേഷം ഉസ്നെ നഡ്ഗഡ് കോ പക്കഡ് ലിയ. അവൻ നഡ്ഗഡിനെ പിടിച്ചു. और किनारे परले आया. ആ തീരത്തേക്ക് കൊണ്ടുവന്നു. झटपट को इतना गुस्सा आ रहा था कि नटखट को 2 चापट लगाए. झटपटिന് നല്ല ദേഷ്യം വന്നു. നല്ല ദേഷ്യം വന്നു. നട്ഖഡ് को 2 चापट लगाए. 2 അടി വെച്ചു കൊടുക്കാനായിട്ടാണ് തോന്നിയത്. पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर ध्यान आ गया. പക്ഷെ നട്ഖഡ് ഇത്രയും ഡര और घबराया हुआ, ഇത്രയും പേടിച്ച് വിറച്ചിരിക്കുന്നത് കൊണ്ട് ചോട്ടെ ഭായി പർ പ്യാർ ആ ഗയ. അവന് അനിയനോട് സ്നേഹമാണ് തോന്നിയത്. കയ്യിലിരിപ്പുകൊണ്ട് അവനെ പിടിച്ച് 2 കൊടുക്കാനാ തോന്നിയത്. പക്ഷെ അവന്റെ മുഖഭാവം കണ്ട് അവൻ പേടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനോട് സ്നേഹമാണ് ചേട്ടന് തോന്നിയത്, झटपटिന് തോന്നിയത്. उसने नटखट का हाथ पकड़े उसका बस्ता उड़ाया. അവൻ നട്ഖഡിന്റെ അനിയന്റെ കൈ പിടിച്ചുകൊണ്ട് ബസ്ത ഉടായ അവന്റെ ബാഗ് എടുത്തു. ആർ പുൽ തക് പहुंचने वाली ചടായി ചടനെ ലഗ. ആ പാലത്തിലേക്ക് എത്താനുള്ള ചടായി സ്റ്റെപ്സ് ചടനെ ലഗ കയറാൻ തുടങ്ങി. पुल पर पहुंचा ही था कि नटखट अचानक गला फाट कर रोने लगा. പാലത്തിന്റെ മുകളിലെത്തിയപ്പോൾ നട്ഖഡ് പെട്ടെന്ന് തന്നെ ഗലാ ഫാട്ട് കർ റോനെ ലഗ. അതൊരു പ്രയോഗമാണ്. തൊള്ള പൊളിച്ച് കരയുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് തൊണ്ട പൊട്ടി കരയുക. അതാണ് ഗലാ ഫാട്ട് കർ റോനെ ലഗ. झटपट കഹ. അപ്പൊ ചേട്ടൻ ചോദിച്ചു, झटपट ചോദിച്ചു, അബ് തോ തും ബഹ് ജാനെ സെ ബച്ച് ഗയേ ഹോ ഫിർ ക്യോം റോ രഹേ ഹോ. എടാ, നീ ഇപ്പോ ഒഴുകി പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, ഫിർ ക്യോം റോ രഹേ ഹോ, പിന്നെ നീ എന്തിനാ കരയുന്നത്? നട്ഖഡിനെ രോത്തേ കഹ. നട്ഖഡ് കരഞ്ഞോണ്ട് പറഞ്ഞു, തും ഘർ ജാകർ മാ സെ മേരി ശികായത് കരോങ്കെ. നിങ്ങള് വീട്ടിൽ പോയിട്ട് അമ്മയോട് എന്നെ പറ്റി പരാതി പറയും. ശിക്കായത്ത് എന്താ? പരാതി. തും ഘർ ജാകർ മാ സെ മേരി ശിക്കായത്ത് കരോങ്കെ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്നെ പറ്റി പരാതി പറയും. അഗർ ന കറു തോ, പിന്നെ ചെയ്യാണ്ട്, പിന്നെ തോ ജോ കഹോ, പിന്നെ എന്ത് വേണം? നട്ഖഡ് കാ റോണ ബന്ദ് ഹോ ഗയ. അത്രയും ചോദിച്ചപ്പോ നട്ഖഡിന്റെ കരച്ചിൽ നിന്നു. മുझे कागज की नाव बनाना नहीं आता, तुम सिखा दोगे? അപ്പോ ചേട്ടൻ ചോദിച്ചു, മുझे कागज की नाव बनाना नहीं आता. എടാ അനിയ, എനിക്ക് നീ ഉണ്ടാക്കിയ പോലെ കടലാസിന്റെ വഞ്ചി ഉണ്ടാക്കാനില്ല. തും സിഖാ ദോഗേ, നീ പഠിപ്പിക്കാമോ? അതിനെന്താ ചേട്ടാ, ഞാൻ പഠിപ്പിക്കാമല്ലോ. നട്ഖഡ് ഖുഷ് ഹോക്കർ ബോല. സന്തോഷത്തോടുകൂടി പറഞ്ഞു. പർ മുझे തൈർന നഹി ആത്ത, തും സിഖാ ദോഗേ. പക്ഷെ ചേട്ടാ, മുझे തൈർന നഹി ആത്ത, എനിക്ക് എന്തറിയില്ല, നീന്താൻ അറിയില്ല. തും സിഖാ ദോഗേ, അതെന്നെ പഠിപ്പിക്കാവോ? ഹാ ഉസ്മേ ക്യാ ഹേ. झटपट ने मुस्कुराते हुए नटखट के शब्दों की नकल की. അതിനെന്താ എന്ന് झटपट ചിരിച്ചുകൊണ്ട് നട്ഖഡിന്റെ ശബ്ദങ്ങളെ നക്കൽ കോപ്പി ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കുക. ദോനോ ബൈ ഹസ്പടെ പറഞ്ഞുകൊണ്ട് 2 പേരും ചിരിച്ചു. അപ്പൊ 2 പേരും കോംപ്രമൈസിലെത്തി. ചേട്ടന് കടലാസിന്റെ തോണി ഉണ്ടാക്കാൻ അറിയില്ല, അപ്പൊ അനിയൻ അത് പഠിപ്പിച്ചു കൊടുക്കും. അനിയന് നീന്തൽ അറിയില്ല, ചേട്ടൻ അത് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ 2 പേരും ഒരു കോംപ്രമൈസിലെത്തി. എന്താണ് ഡിമാൻഡ്? എന്താണ്? ചേട്ടൻ വീട്ടിൽ പോയിട്ട് പറയരുത്, അമ്മയോട് പറയരുത്. लेकिन झटपट ने नटखट का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उड़ाया तो एकदम चिंतित होकर बोला. പക്ഷേ झटपट നട്ഖഡിന്റെ ബാഗും പിടിച്ച് അവനെ പിടിച്ച് പുൽക്കി മുണ്ടേർ പർ, ആ പാലത്തിന്റെ കൈവരിയിൽ അപ്പനാ ബസ്ത ഉടായ, പിന്നെ അവിടെ എത്തിയപ്പോൾ തന്റെ ബാഗും എടുത്തു. ഏകദം ചിന്തിത് ഹോക്കർ ബോല, ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, അരേ ചോട്ടെ ഹം ദോനോ കെ കപ്പടെ ഭീഗ് ഗയേ ഹെ. എടാ നിയ,
നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രം ബീഗ് ബീഗ് നനയുക, നനഞ്ഞിട്ടുണ്ട്. ഹമേം ബീഗെ കപ്പടോ മേം ദേഖ് മാ പൂച്ചെങ്കി തോ ക്യാ കഹെങ്കെ. നമ്മുടെ ഈ നനഞ്ഞ വസ്ത്രം കണ്ട് അമ്മ ചോദിക്കുകയാണെങ്കിൽ ഹം ക്യാ കഹെങ്കെ, നമ്മൾ എന്ത് പറയും? ഹാ ബെഡയാ, ആ അത് ശരിയാണല്ലോ ചേട്ടാ. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് അവരുടെ വസ്ത്രം നനഞ്ഞിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്തായാലും ചോദിക്കും. അപ്പൊ എന്ത് പറയും? ഇപ്പൊ ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പറയണ്ടേ? അപ്പൊ എന്താ വഴി? ഇത് പറയാതിരിക്കാൻ എന്താ വഴി? നട്ഗഡിനെ ഏക് പൽ സോച്ച അവർ ബോല. പൽ എന്ന് വെച്ചാൽ മൊമെന്റ്, നിമിഷം. ഒരു നിമിഷം ആലോചിച്ചു പറഞ്ഞു, ആവോ ദൗഡ് ലഗാത്തെ ഹെ. വരൂ ചേട്ടാ, നമുക്ക് ഓടാം. നമുക്ക് എന്ത് ചെയ്യാം? ഓടാം. ആവോ ആവോ നട്ഗഡിനെ ഏക് പൽ സോച്ച അവർ ബോല. ആവോ ദൗഡ് ലഗാത്തെ ഹെ. വരൂ നമുക്ക് ഓടാൻ തുടങ്ങാം. കപ്പടെ അപ്പനെ ആപ് സൂഖ് ജായെങ്കെ. വസ്ത്രം സ്വയം ഉണങ്ങിക്കോളും. വസ്ത്രം സ്വയം ഉണങ്ങിക്കോളും. കാരണം എന്താ? ഓടുമ്പോ കാറ്റ് കൊണ്ടുവന്ന് ഉണങ്ങിക്കോളും. ഹാ യേ ടീക് ഹെ. അതെ, അത് ശരിയാ. ജഡ്പടിനെ അപ്പന ബസ്ത പീഡ് പർ ടാങ്ക്തേ ഹുയെ കഹാ. ടാങ്കിന തൂക്കിയിടുക. തൻ്റെ മുതുകില് തൻ്റെ ബാഗ് തൂക്കിയിട്ടുകൊണ്ട് അവൻ ചേട്ടനും പറഞ്ഞു, ശരിയാണ് അനിയ, നീ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ഓടാം. ഓടുമ്പോൾ വസ്ത്രം തന്നെത്താനെ ഉണങ്ങും. नटखट ने भी अपना बस्ता पीठ पर टांग लिया और झटपट के बराबर गड़े होकर दौड़ शुरू करने के अंदाज में बोला. നട്കടും തൻ്റെ ബാഗ് മുതുകിൽ തൂക്കിയിട്ടുകൊണ്ട് ജട്പട്ട് കെ ബരാബർ, ജട്പട്ടിനൊപ്പം തന്നെ നിന്നുകൊണ്ട് ദൗഡ് ശുരു के अंदाज में बोला, ഓടാനായിട്ട് റെഡി ആയിക്കൊണ്ട് പറഞ്ഞു, ഏക് ദോ തീൻ ദോനോം ദൗഡ്. ആ രണ്ട് പേര് ആകെ പീച്ചെ നഹി, മുന്നിലും പിന്നിലല്ലാട്ടോ ഓടിയത്. ഏക് ദൂസരെ ഹാത്ത് പക്കടേ സാത്ത് സാത്ത്. രണ്ടു പേരും പരസ്പരം കൈ ചേർത്ത് പിടിച്ചിട്ട്, കൈ പിടിച്ചിട്ടാണ് ഓടിയത്. വാശിക്കല്ല ഓടിയത്. ഒരാൾക്കും ജയിക്കണ്ട, ഒരാൾക്കും തോക്കണ്ട. എന്താ ഉദ്ദേശം? വസ്ത്രം ഉണങ്ങണം. അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൈ ചേർത്ത് ഓടി. സർദിയാമ ചുറൂനഹി ഹുയീതി. തണുപ്പൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവിടെ. തണുപ്പ് കാലമൊന്നും അല്ലായിരുന്നു. മൗസം സാഫ്ദ, നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. മൗസം ക്ലൈമറ്റ്. ചട്കേലി ധൂപ് നിക്കലി ഹുയീതി. ഒരു ഇളം വെയിലുണ്ടായിരുന്നു. ആ വൈകുന്നേരം അവർ സ്കൂളിട്ട് പോകുമ്പോൾ മഴക്കാലമൊന്നും അല്ല, തണുപ്പ് കാലമൊന്നും അല്ലാത്തതിനാൽ ഒരു ഇളം വെയില് ഉണ്ടായിരുന്നു. ദോനോംബായി മസേമേൻ ദൗഡത്തെ ചലകെ. രണ്ടുപേരും നല്ല ഇഷ്ടത്തോടു കൂടി, നല്ല ആനന്ദത്തോടു കൂടി ഓടി. നാലാ പാർക്കിയ, അരുവി കടന്നു. ബാഗ് പാർക്കിയ, തോട്ടം കടന്നു. ഖേത്ത് പാർക്കിയ, കൃഷിസ്ഥലം കടന്നു. ബർഗദ് കോബി പീച്ചോട് ദിയ, ആ ആൽമരവും പുറകിലാക്കി. ലേക്കിൻ പോക്കർ തക് പൗഞ്ചത്തെ ദോനോം ദക്ക് ഗയേ അവർ റുക്ക് ഗയേ. പോക്കർ തക്ക്, ആ കുളത്തിന്റെ അവിടെ, പഹുഞ്ചത്തെ എത്തിയപ്പോഴേക്കും ദോനോ ദക്ക് ഗയെ അവർ റുക്കുകയെ. രണ്ടുപേരും ദക്ക് ഗയെ ക്ഷീണിച്ചു, റുക്കുകയെ നിന്നു. ക്ഷീണിച്ച് തളർന്ന് നിന്നു. കുറേ നേരം ഓടിക്കഴിഞ്ഞപ്പോൾ അവർ പാവം കുട്ടികളല്ലേ, അവർ ക്ഷീണിച്ച് തളർന്ന് നിന്നു. കപ്പടെ സൂഖ് ഗയെ ചോട്ടെ. ജഡ്പടിനെ ഹാഫ്തേ ഹുയെ ലേക്കിൻ ഖുഷ് ഹോത്തേ ഹുയെ കഹാ. ആ ചേട്ടനായ ജഡ്പട് ഹാഫ്തേ ഹുയെ, ഹാഫ്ന അണച്ചുകൊണ്ട്, ഓടിക്കഴിയുമ്പോൾ നമ്മൾ അണക്കില്ലേ, ആ അണച്ചുകൊണ്ട് ഖുഷ് ഹോത്തേ ഹുയെ, സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഹാ നഗൾ, ഹാ കപ്പട സൂഖ് ഗയേ ചോട്ടെ. നമ്മുടെ വസ്ത്രം ഉണങ്ങി അനിയ. ഹാ ബഡേ വാക്കയി, ആ ചേട്ടാ സത്യം. വാക്കയി എന്ന് വെച്ചാൽ സത്യം. കപ്പടെ തോ സൂഖേ, നമ്മുടെ വസ്ത്രം ഉണങ്ങി. നട്ഗഡ് ने भी खुश होकर कहा. നട്ഗഡും സന്തോഷത്തോടു കൂടി പറഞ്ഞു. തബി നട്ഗഡ് കോ പോക്കർ കിനാരെ ഏക്ക് ചിക്കനി ഗിട്ടി ദിക്കായി പടി. അപ്പോഴാണ് നട്ഗഡ് അവിടെ കുളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന, പോക്കറിൻ്റെ അടുത്തെത്തി. ആ കുളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ഏക്ക് ചിക്കനി എന്ന് പറയുന്നത് തിളങ്ങുന്ന മിനുസമുള്ള ഗിട്ടി, ഒരു ചെറിയ കല്ല് കണ്ടു. ആ തിളക്കമുള്ള ഒരു കല്ല് കണ്ടു. നട്ഗഡ് ഉസെ ഉഡാലിയ. നട്ഗഡ് അതെടുത്തു. और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह
पर उजलती हुई दूर तक चली गई. എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നിങ്ങനെ നോക്കി, ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കിയിട്ട് അത് ഫേങ്ക എറിഞ്ഞു. എങ്ങനെ? ഗിട്ടി പാനി കി സതഹ് പർ ഉജൽത്തി ഹുയി ദൂർ തക് ജലി ഗയി. ആ വെള്ളത്തിലോട്ട് അതിങ്ങനെ തെറിച്ച് ദൂരേക്ക് പോയി. വെള്ളത്തിന്റെ മോളിൽ കൂടെ ഇങ്ങനെ പറന്ന് ആ കല്ല് ദൂരേക്ക് പോയി. ദേക്കാ ദേക്കി ജട്ട്പട്ടിനെ ബി ഏക്ക് ഗിട്ടി ഉടാക്കർ ഫെങ്ക് ദി. അത് കണ്ടപ്പോ ചേട്ടനായ ജട്ട്പടും ഒരു കല്ലെടുത്ത് എറിഞ്ഞു. നഡ്ഖഡ് ഒരു ചിക്കനി ഗിട്ടിയാണ്, ഒരു തിളങ്ങുന്ന ഗിട്ടിയെടുത്തു. ജട്ട്പട് ഒരു കല്ലെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനി മേ ഗുഡുപ് ഹോ ഗയി. ഗുഡുപ് മുങ്ങിപ്പോവുക. ചേട്ടൻ എറിഞ്ഞ ഗിട്ടിയുണ്ടല്ലോ, ആ കല്ലുണ്ടല്ലോ, പാനിയിലോട്ട് വെറുതെ അങ്ങോട്ട് വീണു. ബഡേ തുമക്കു ഗിട്ടി പൈറാന നഹി ആത്ത. ഗിട്ടി പൈരാന കല്ലെറിയുക. വെള്ളത്തില് കല്ലെറിയാനായിട്ട് ചേട്ടന് അറിഞ്ഞൂടെ? ഇത്രയും വലുതായിട്ട് ചേട്ടന് കല്ലെറിയാൻ അറിഞ്ഞൂടെ? ഹാ ചോട്ടെ തും സിക്കാ സക്തേ ഹോ. അതെ അനിയ, നിനക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് കടലാസ് വഞ്ചി ഉണ്ടാക്കാൻ അറിയില്ല, കല്ലെറിയാനും അറിയില്ല, നീ എന്നെ പഠിപ്പിക്കാമോ? ക്യോം നഹി, അബിലോ. അതിനെന്താ ചേട്ടാ, അബിലോ, ഇപ്പൊ തന്നെ ആയിക്കോ. നഡ്ഖഡിനെ ധ്യാൻ സേ നീച്ചെ ദേക്ക് കരേക്ക് ഗിട്ടി ഉടായി. നഡ്ഖഡ് വളരെ ശ്രദ്ധയോടുകൂടി താഴെ നിന്നും ഒരു കല്ലെടുത്തു. और झटपट को दिखाते हुए बोला. झटपटिനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, गिट्टी ऐसी लो जो ज्यादा भारी और गुर्दुरी न हो. ചേട്ടാ, കല്ലെടുക്കുമ്പോൾ ഉണ്ടല്ലോ ശ്രദ്ധിക്കണം. എങ്ങനത്തെ കല്ലെടുക്കണം? ജ്യാദ ന ഭാരി, നല്ല വെയിറ്റുള്ള കല്ലെടുക്കരുത്. ആർ ന ഖുർദുരി, നല്ല റഫായിട്ടുള്ള കല്ലെടുക്കരുത്. അതായത് സ്മൂത്ത് ആയിട്ടുള്ള കല്ലെടുക്കണം. പിന്നെ എങ്ങനെയുള്ള എടുക്കണം? നല്ല ഭാരം കുറഞ്ഞ കല്ലെടുക്കണം. ഹൽക്കി അവർ ചിക്കനി ഹോ. ഹൽക്കി എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ്, ചിക്കനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള, നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള, നല്ല സ്മൂത്ത് ആയിട്ടുള്ള കല്ലെടുക്കണം. അല്ലാതെ ഭാരിച്ചതും ഗുർദുരി റഫായിട്ടുള്ള സ്മൂത്ത്നെസ് ഇല്ലാത്ത കല്ലെടുക്കരുത് കേട്ടോ ചേട്ടാ. ആറുസേ ഇസ് തരഫ് ഫെങ്കോ. എന്നിട്ട് എന്ത് ചെയ്യണം ചേട്ടൻ? ഇപ്രകാരം ദേ ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ എറിയണമെന്ന് നഡ്ഖഡ് കാണിച്ചു കൊടുത്തു. ലേക്കിൻ അബ് തക് ഝട്പട് കാ ധ്യാൻ ബണ്ട് ചുകാ ഥാ. ബണ്ട് തിരിഞ്ഞു പോവുക. അപ്പോ നോക്കി നഡ്ഖഡ് ഇത് ഇത്രയും കാര്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഝട്പടിന്റെ ശ്രദ്ധ ബണ്ട് ചുകാ ഥാ, വേർതിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, വേറെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോക്കർ കെ പാനി പർ തൈർത്തി ബത്തഖോം കോ ധ്യാൻ സേ ദേഖ് രഹാ ഥാ. ചേട്ടൻ വെള്ളത്തില്, കുളത്തിലെ ആ വെള്ളത്തില് തൈർത്തി നീന്തുന്ന ബത്തഖോം കോ താറാവുകളെ ധ്യാൻ സേ ദേഖ് രഹാ ഥാ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയായിരുന്നു. ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ശരിക്കും രണ്ട് കുട്ടികളുടെ മാനസികാവസ്ഥയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ലേഖകൻ പറയുന്നത് ഒരു രണ്ട് സഹോദരന്മാരുടെ കഥയാണ്. ഭായിച്ചാര, സാഹോദര്യം, ഭായിച്ചാരക്ക വിഷയ, ഭായിച്ചാരയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള വിഷയം വരുന്നത്. അതായത് സാഹോദര്യം. നഡ്ഖഡും ഝട്ഖഡും രണ്ട് സഹോദരന്മാരാണ്. വളരെ ചെറിയ കുട്ടികളാണ്. ചെറിയവൻ ഭയങ്കര വികൃതിയായിട്ടുള്ളവനാണ്. പക്ഷെ ആ വികൃതി പയ്യനെ നോക്കുന്നത് വെറും 2 വയസ്സിന് മുതിർന്ന ചേട്ടനാണ്. അത് നോക്കണമെന്നുള്ള ചിന്ത അവന് എവിടെ നിന്ന് കിട്ടി? അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തു, ചെറിയവരെ നോക്കേണ്ടത് വലിയവരാണ് എന്നുള്ളത്. അത് ആ ഒരു കാര്യം അവൻ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നഡ്ഖഡിൻ്റെ വികൃതികളെ സഹിക്കുന്നുണ്ട്. അനിയനാണെന്നുള്ളൊരു കൺസെഷൻ കൊടുക്കുന്നുണ്ട്. ഒപ്പം അനിയനൊരു ആപത്ത് വരുമ്പോൾ ഝട്പട് തന്നെയാണ് ആ നഡ്ഖഡിനെ രക്ഷിക്കുന്നത്. ഇവിടെ 2 പേരും ഒരച്ഛനും അമ്മയ്ക്കും ഉള്ളതാണെങ്കിൽ പോലും 2 പേരുടെയും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഝട്പട് വളരെ സ്പീഡിൽ നടക്കുന്ന ആളാണെങ്കിൽ നഡ്ഖഡ് ധീരെ ധീരെ വളരെ സ്ലോയിൽ നടക്കുന്ന ആളാണ്. ഝട്പട് സ്കൂൾ വിട്ടാൽ വീട് വിട്ടാൽ സ്കൂൾ എന്നുള്ള ചിന്തയാണെങ്കിൽ നഡ്ഖഡ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു പോകുന്ന ആളാണ്. അതേപോലെ വികൃതിയുടെ കാര്യത്തിലും നഡ്ഖഡ് വളരെ മുന്നിലാണ്. പക്ഷെ ഝട്പട് കുട്ടി തന്നെയാണ്, അതുകൊണ്ട് അവൻ്റെ ടേസ്റ്റും വ്യത്യസ്തമാണ്. ഇപ്പം നഡ്ഖഡ് കല്ലെറിയാൻ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ അതിലേക്ക് ഫോക്കസ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അവൻ അതിലൊന്നുമല്ല താല്പര്യം, അവന് വേറെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ
സഹോദരന്മാരാണെങ്കിലും ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണെങ്കിലും അവരുടെ ഇഷ്ടങ്ങൾ പലതായിരിക്കും. പക്ഷെ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന് പറയുന്നത് ആ ഒരു സാഹോദര്യമാണ്. ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ മെസ്സേജ് ആയിട്ടുള്ളത്.